തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പുഴയിൽ മത്സ്യബന്ധന വെള്ളം മറിഞ്ഞ വീണ്ടും അപകടം. അഴിമുഖത്തുണ്ടായ അപകടത്തിൽ ഒരാളെ കാണാതായി. പുതുക്കുറിച്ചി സ്വദേശി ജോണിനെയാണ് കാണാതായത്. ഷീജയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഷീജ, എപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്? എന്താണ് സാഹചര്യം? ഇയാളെ കണ്ടെത്താനായുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് നടത്തുന്നത്? കീർത്തി, പുലർച്ചെ 3:30 കൂടിയായിരുന്നു ഈ അപകടം ഉണ്ടായത്. പെരുമാതുറയിൽ മുതലപ്പുഴയിൽ നമുക്കറിയാം, നേരത്തെയും ഇവിടെ നിരവധി തവണ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു ഇടമാണ്. അവിടെയാണ് വീണ്ടും മത്സ്യബന്ധന വള്ളം മറിഞ്ഞിരിക്കുന്നത്. അഴിമുഖത്തുണ്ടായ അപകടത്തിൽ ഒരാളെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. അത് പുതുക്കുറിച്ചി സ്വദേശി ജോണിനെയാണ്. 50 വയസ്സാണ്. മത്സ്യബന്ധനത്തിനായി പോകവേ അഴിമുഖത്ത് ശക്തമായ തിരയിൽപ്പെട്ടാണ് ഇവരുടെ വള്ളം മറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പുതുക്കുറിച്ചി സ്വദേശി നജീബിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വള്ളം എന്ന് പറയുന്നത്. വള്ളത്തിൽ ആകെ ഉണ്ടായിരുന്നത് 6 പേരാണ്. 5 മത്സ്യത്തൊഴിലാളികളും നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട്. സിദ്ദിഖ്, നജീബ്, അൻസാരി, നജീബ് എന്നിവരാണ് രക്ഷപ്പെട്ടത്. അതിൽ ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതുക്കുറിച്ചി സ്വദേശി ജോണിനെയാണ് ഇനി കണ്ടെത്താനുള്ളത്. മുതലപ്പുഴ അഴിമുഖത്ത് മണൽ അടിഞ്ഞുകൂടി ചുഴി രൂപപ്പെട്ടതാണ് സ്ഥിരമായി ഇത്തരത്തിൽ വള്ളങ്ങൾ അപകടത്തിന് ഇരയാകുന്നത് എന്നുള്ളതാണ് നിലവിൽ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഏതായാലും മത്സ്യത്തൊഴിലാളികളെ കാണാതായ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ ഇതിനകം ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. ശരി, ഷിജിയാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ അപകടമുണ്ടായിരിക്കുന്നു. 6 പേരായിരുന്നു വള്ളത്തിലുണ്ടായിരുന്നത്. അതിൽ ഇപ്പോൾ ഒരാളെ കാണാതായ അയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഷിജിയാണ് വിശദാംശങ്ങൾ നൽകി.